കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. അധ്യാത്മരാമായണ പാരായണം 31-ാം ദിവസം. സീതാ സ്വീകരണം. പിന്നെ ഹനുമാനെ നോക്കി അരുൾ ചെയ്തു, മന്നവൻ നീ പോയി വിഭീഷണാനുജ്ഞയാ ചെന്നു ലങ്കാപുരം ബുക്കറിയിക്കണം. തന്വങ്കിയാകിയ ജാനകിയോടിതം നക്തഞ്ചരാധിപ നിഗ്രഹമാദിയാം വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം. എന്നാൽ അവളുടെ ഭാവവും വാക്കുമിങ്ങെന്നോട് വന്നു പറക നീ സത്വരം എന്നതു കേട്ടു പവനതനയനും ചെന്നു ലങ്കാപുരം പ്രാപിച്ചനന്തരം വന്നു നിശാചരർ സൽക്കരിച്ചിടിനാർ. നന്ദിതനായൊരു മാരുതപുത്രനും രാമപാദാബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമിസുതയെ നമസ്കരിച്ചിടിനാൻ. വക്രപ്രസാദമാലോക്യ കപിവരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിനാൻ. ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാം മർക്കടന്മാരോടും രക്ഷോവരനാം ദശഗ്രീവനെ കൊന്നു ദുഃഖമകന്നു തെളിഞ്ഞുമേ വീടിനാൻ. ഇത്തം ഭവതിയോടൊക്കെ പറകെന്നു ചിത്തം തെളിഞ്ഞരുൾ ചെയ്തിതറിഞ്ഞാലും സന്തോഷം എത്രയുമുണ്ടായതു സീതയ്ക്കെന്നെന്തു ചൊല്ലാവതു ജാനകീദേവിയും. ഗദ്ഗദവർണ്ണേന ചൊല്ലിനാൾ എന്തു ഞാൻ മർക്കടശ്രേഷ്ഠ ചൊല്ലേണ്ടതു ചൊല്ലു നീ. ഭർത്താവിനെ കണ്ടുകൊള്ളുവാൻ ഉപായമെന്തെത്ര പാർക്കേണം ഇനിയും ശുചൈവ ഞാൻ. നേരത്തതിന് യോഗം വരുത്തിയിടു നീ, ധീരത്വമില്ലിനിയും പൊറുത്തിയിടുവാൻ. വാദാത്മജനും രഘുവരൻ തന്നോട് മൈഥിലി ഭാഷിതം ചെന്നു ചൊല്ലിയിടിനാൻ. ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോട് സന്തുഷ്ടനായി അരുൾ ചെയ്താൻ, വിരയനീ ജാനകീദേവിയെ ചെന്നു വരുത്തുക. ദീനതയുണ്ടുപോൽ കാണായിക കൊണ്ടുമാം സ്നാനം കഴിപ്പിച്ചു ദിവ്യാംബരാഭരണാനുലേപാദ്യലങ്കാരമണിയിച്ചു ശില്പമായോരു ശിബികമേൽ ആരോപ്യ മൽപുരോഭാഗെ വരുത്തുക സത്വരം. മാരുതി തന്നോടുകൂടെ വിഭീഷണൻ ആരാമദേശം പ്രവേശിച്ചു സാദരം. വൃദ്ധമാരായ നാരീജനത്തെ കൊണ്ട് മുഗ്ധാംഗിയെ കുളിപ്പിച്ചു ചമയിച്ചു തണ്ടിലടുപ്പിച്ചു കൊണ്ടു ചെല്ലുന്നേരമുണ്ടായി ചമഞ്ഞിതൊരു ഘോഷനിസ്വനം. വാനരവീരരും തിക്കിത്തിരക്കിയ ജാനകീദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ടങ്ങണയുന്നതു കണ്ടു യാഷ്ടികന്മാരണഞ്ഞാട്ടിയകറ്റിനാർ. കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോടരുൾ ചെയ്തു, വാനരന്മാരെ ഉപദ്രവിപ്പാനുണ്ടോ? ഞാനുര ചെയ്തത് നിന്നോടിതെന്തടോ? ജാനകീദേവിയെ കണ്ടാൽ അതിനൊരു ഹാനി എന്തുള്ളതതു പറഞ്ഞിടു നീ. മാതാവിനെ ചെന്നു കാണുന്നത് പോലെ മൈഥിലിയെ ചെന്നു കണ്ടാലുമേവരും പാദചാരേണ വരേണമെന്നന്തികെ. മേദിനി നന്ദിനി കിം തത്ര ദൂഷണം. കാര്യാർത്ഥമായി പുരാ നിർമ്മിതമായോരു മായാജനകജാരൂപം മനോഹരം കണ്ടു കോപം പൂണ്ടു വാച്യവാദങ്ങളെ പുണ്ടരീകാക്ഷൻ ബഹുവിധം ചൊല്ലിനാൻ. ലക്ഷ്മണനോട് മായാസീതയും ശുചാ തൽക്ഷണേ ചൊല്ലിനാളേതുമേ വൈകാതെ. അഗ്നിപരീക്ഷ. വിശ്വാസമാശുമത് ഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ. കുണ്ടത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക, ദണ്ഡമില്ലേതും എനിക്കതിൽ ചാടുവാൻ. സൗമിത്രിയും അത് കേട്ടു രഘൂത്തമ സൗമിക്യഭാവമാലോക്യ സസംഭ്രമം. സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ഡം തീർത്തു തീയും ജ്വലിപ്പിച്ചു രാമപാർശ്വം പ്രവേശിച്ചു നിന്നിടിനാൻ. ഭൂമിസുതയും അന്നേരം പ്രസന്നയായി ഭർത്താരമാലോക്യ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ മുഹുസ്വയം ബദ്ധാഞ്ജലിയോടും ദേവദ്വിജേന്ദ്ര തപോധനന്മാരെയും പാവകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിനാൾ, ഭർത്താവിനെയൊഴിഞ്ഞന്യനെ ഞാൻ മമ ചിത്തെ നിരൂപിച്ചിതെങ്കിൽ അതിനു നീ സാക്ഷിയല്ലോ. സകലത്തിനുമാകയാൽ സാക്ഷാൽ പരമാർത്ഥമിന്നറിയിക്ക നീ എന്നു പറഞ്ഞുടൻ 3 വലം വെച്ചു വന്നിയിൽ ചാടിനാൾ. കിഞ്ചിൽ ഭയം വിനാ ദുശ്ചവനാദികൾ വിസ്മയപ്പെട്ടിതു നിശ്ചലമായത് ലോകവും അന്നേരം. ഇന്ദ്രനും കാലനും പാശിയും വായുവും വൃന്ദാരകാധിപന്മാരും കുബേരനും മാന്ദാകിനീധരൻ താനും വിരിഞ്ചനും സുന്ദരിമാരാകും അപ്സര സ്ത്രീകളും ഗന്ധർവകിന്നര കിംപുരുഷന്മാരും ദന്തശുകന്മാർ പിതൃക്കൾ മുനികളും ചാരണ ഗുഹ്യക സിദ്ധസാധ്യന്മാരും നാരദ തുമ്പുരു മുഖ്യജനങ്ങളും മറ്റു വിമാനാഗ്രചാരികളൊക്കവേ ചുറ്റും നിറഞ്ഞിതു രാമൻ തിരുവടി നിന്നരുളും പ്രദേശത്തിങ്കലന്നേരം വന്ദിച്ചിതെല്ലാവരെയും നരേന്ദ്രനും
രാമചന്ദ്രൻ പരമാത്മാനമന്നേരം പ്രേമം ഉൾക്കൊണ്ടു പുകഴ്ന്നു തുടങ്ങിനാർ. സർവലോകത്തിനും കർത്താ ഭവാനല്ലോ, സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ, അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ, അജ്ഞാന നാശനനാകുന്നതും ഭവാൻ, സൃഷ്ടികർത്താവാം വിരിഞ്ചനാകുന്നതും അഷ്ടവസുക്കളിൽ അഷ്ടമനായതും, ലോകത്തിനാദിയും മധ്യവും അന്തവും ഏകനാം നിത്യസ്വരൂപൻ ഭവാനല്ലോ. കർണങ്ങളായതും അശ്വനീ ദേവകൾ, കണ്ണുകളായതും ആദിത്യചന്ദ്രന്മാർ, ശുദ്ധനായി നിത്യനായ അദ്വയനായൊരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ. നിന്നുടെ മായയാ മൂടിക്കിടപ്പവർ നിന്നെ മനുഷ്യനെന്നുള്ളിലോർത്തിയിടുവോർ, നിന്നുടെ നാമസ്മരണയുള്ളോരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും. ദുഷ്ടനാം രാവണൻ ഞങ്ങളുടെ പദം ഒട്ടൊഴിയാതെ അടക്കിനാൻ നിർദ്ദയം, നഷ്ടനായാൻ അവനിന്നു നിന്നാലിനി പുഷ്ടസൗഖ്യം വസിക്കാം ത്വൽക്കരുണയാ. ദേവകൾ ഇത്തം പുകഴ്ത്തും ദശാന്തരെ, ദേവൻ വിരിഞ്ചനും വന്ദിച്ചു വാഴ്ത്തിനാൻ. വന്ദേ പദം പരമാനന്ദമദ്വയം, വന്ദേ പരമശേഷസ്ഥിതി കാരണം. അധ്യാത്മജ്ഞാനികളാൽ പരിസേവിതം ചിത്തസത്താമാത്രം അവ്യയമീശ്വരം, സർവഹൃദിസ്ഥിതം സർവജഗന്മയം, സർവലോകപ്രിയം സർവജ്ഞമത്ഭുതം, രത്നകിരീടം രവിപ്രഭം കാരുണ്യരത്നാകരം രഘുനാഥം രമാവരം, രാജരാജേന്ദ്രം രജനീചരാന്തകം രാജീവലോചനം രാവണനാശനം, മായാപരമജം മായാമയം മനുനായകം മായാവിഹീനം മധുദ്വിഷം, മാനവം മാനഹീനം മനുജോത്തമം മാധുര്യസാരം മനോഹരം മാധവം, യോഗിചിന്യം സദാ യോഗഗമ്യം മഹായോഗവിധാനം പരിപൂർണമച്യുതം, രാമം രമണീയരൂപം ജഗദഭിരാമം സദൈവ സീതാഭിരാമം ഭജേ. ഇത്തം വിധാതുസ്തുതി കേട്ടു രാഘവൻ ചിത്തമാനന്ദിച്ചിരുന്നരുളുന്നേരം, ആശ്രയാശൻ ജഗദാശ്രയഭൂതയാമാശ്രിത വത്സലയായ വൈദേഹിയെ കാഴ്ചയായി കൊണ്ടുവന്നാശു വണങ്ങിനാൻ ആശ്ചര്യം ഉൾക്കൊണ്ടു നിന്നിതെല്ലാവരും. ലങ്കേശ നിഗ്രഹാർത്ഥം വിപിനത്തിൽ നിന്നെങ്കൽ ആരോപിതയാകിയ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക, സങ്കടം തീർന്നു ജഗത്രയത്തിങ്കലും. പാവകനെ പ്രതി പൂജിച്ചു രാഘവൻ ദേവിയെ മോദാൽ പരിഗ്രഹിച്ചിടിനാൻ. പങ്കേരുഹാക്ഷനും ജാനകീദേവിയെ സ്വാംഗേ സമാവേശ്യ ശോഭിച്ചിതേറ്റവും. ദേവേന്ദ്രസ്തുതി. സംക്രന്ദനൻ തഥാ രാമനെ നിർജ്ജരസംഘേന സാർത്ഥം വണങ്ങി സ്തുതിച്ചിതു. രാമചന്ദ്രപ്രഭോ പാഹിമാം പാഹിമാം, രാമചന്ദ്രപ്രഭോ പാഹിമാം പാഹിമാം, ഞങ്ങളെ രക്ഷിപ്പതിന്നു മറ്റാരുള്ളതിങ്ങനെ കാരുണ്യ പീയൂഷവാരിധേ. നിന്തിരുനാമാമൃതം ജപിച്ചിടുവാൻ സന്തതം തോന്നേണമെൻ പോറ്റി മാനസേ, നിൻ ചരിതാമൃതം ചൊൽവാനും എപ്പോഴുമെൻ ചെവി കൊണ്ടു കേൾപ്പാനും അനുദിനം. യോഗം വരുവാൻ അനുഗ്രഹിച്ചിടണം യോഗമൂർത്തേ ജനകാത്മജാവല്ലഭ, ശ്രീ മഹാദേവനും നിന്തിരുനാമങ്ങൾ രാമരാമേതി ജപിക്കുന്നിതന്വഹം. തൊൽപാദതീർത്ഥം ശിരസി വഹിക്കുന്നിതെപ്പോഴും ആത്മശുദ്ധിക്കുമാവല്ലഭൻ. ഏവം പലതരം ചൊല്ലി സ്തുതിച്ചോരു ദേവേന്ദ്രനോടരുൾ ചെയ്തിതു രാഘവൻ, മൃത്യുഭവിച്ച കപികുല വീരരെ യത്തൽ കളഞ്ഞു ജീവിപ്പിക്കയും വേണം. പക്വഫലങ്ങൾ കവികൾ ഭക്ഷിക്കുമ്പോഴൊക്കെ മധുരമാക്കി ചമച്ചിടുക, വാനരന്മാർക്ക് കുടിപ്പാൻ നദികളും തേനായൊഴുകേണമെന്നു കേട്ടിന്ദ്രനും എല്ലാം അരുൾ ചെയ്ത വണ്ണം വരികെന്നു കല്യാണം ഉൾക്കൊണ്ട് അനുഗ്രഹിച്ചിടിനാൻ. നന്നായുറങ്ങി ഉണർന്നവരെ പോലെ മന്നവൻ തന്നെ തൊഴുതാരവർകളും. ചന്ദ്രചൂടൻ പരമേശ്വരനും രാമചന്ദ്രനെ നോക്കി അരുൾ ചെയ്തിതന്നേരം, നിന്നുടെ താതൻ ദശരഥൻ വന്നിതാ നിന്നു വിമാനമർന്നു നിന്നെ കാൺമാൻ ചെന്നു വണങ്ങുകെന്നൻപോടു കേട്ടഥ. മന്നവൻ സംഭ്രമം പൂണ്ടു വണങ്ങിനാൻ. വൈദേഹിതാനും സുമിത്രാതനയനും ആദരവോടു വന്ദിച്ചു ജനകനെ. ഗാഠം പുണർന്നു നെറുകയിൽ ചുംബിച്ചു ഗൂഢനായോരു പരമപുരുഷനെ. സൗമിത്രി തന്നെയും മൈഥിലി തന്നെയും പ്രേമപൂർണം പുണർന്നാനന്ദമഗ്നായി ചിന്മയനോട് പറഞ്ഞു ദശരഥൻ, എൻ മകനായി പിറന്ന ഭവാനി ഞാൻ നിർമ്മലമൂർത്തേ ധരിച്ചതിന്നാകയാൽ ജന്മമരണാദി ദുഃഖങ്ങൾ തീർന്നിതു. നിന്മഹാമായ മോഹിപ്പിയായി ഗന്നയും കൽമഷനാശനാ കാരുണ്യവാരിധേ. താതവാക്യം കേട്ടു രാമചന്ദ്രൻ തഥാ മോദേന പോവാൻ അനുവദിച്ചിടിനാൻ. ഇന്ദ്രാദിദേവകളോടും ദശരഥൻ ചെന്ന് അമരാവതി പുക്കുമരുവിനാൻ. സത്യസന്ധൻ തന്നെ വന്ദിച്ചനുജ്ഞയാ സത്യലോകം ചെന്നു പുക്കുവിരിഞ്ചനും. കാർത്യായനീ ദേവിയോടും മഹേശ്വരൻ പ്രീത്യാ വൃഷാരൂഢനായി എഴുന്നള്ളിനാൻ. ശ്രീരാമചന്ദ്ര നിയോഗേന പോയിതു നാരദനാദി മഹാമുനി വൃന്ദവും. പുഷ്കരനേത്രനെ വാഴ്ത്തി നിരാകുലം പുഷ്കരചാരികളും നടന്നീടിനാർ. അയോധ്യയിലേക്കുള്ള യാത്ര.
മന്നവൻ തന്നെ വന്ദിച്ചപേക്ഷിച്ചിതു പിന്നെ വിഭീഷണനായ ഭക്തൻ മുതാ. ദാസനാമെന്നെ കുറിച്ചു വാത്സല്യമുണ്ടേതാനുമെങ്കിൽ അത്രൈവ സന്തുഷ്ടനായി മംഗലദേവതയാകിയ സീതയാ മംഗല സ്നാനവും ആചരിച്ചിടണം. മേളമായിന്നു വിരുന്നും കഴിഞ്ഞിങ്ങു നാളെ അങ്ങോട്ടെഴുന്നള്ളിയിടുകയുമാം എന്നു വിഭീഷണൻ ചൊന്നത് കേട്ടുടൻ മന്നവൻ താനുമരുൾ ചെയ്തു. സോദരനായ ഭരതൻ അയോധ്യയിൽ ആധിയും പൂണ്ട് സഹോദരൻ തന്നോടും എന്നെയും പാർത്തിരിക്കുന്നിതു ഞാനവൻ തന്നോട് കൂടിയൊഴിഞ്ഞലങ്കാരങ്ങൾ ഒന്നും അനുഷ്ഠിക്ക എന്നുള്ളതില്ലടോ. ചെന്നൊരു രാജ്യത്തിൽ വാഴുകെന്നുള്ളതും സ്നാനാശനാദികൾ ആചരിക്കുന്നതും നൂനം അവനോട് കൂടിയേയാവിതു എന്നു 14 സംവത്സരം തികയുന്നതെന്നുള്ളതും പാർത്തവൻ വാഴുന്നു. ചെന്നീല ഞാൻ അന്നു തന്നെ, എന്നാൽ അവൻ വന്നിയിൽ ചാടി മരിക്കുമേ പിറ്റേന്നാൾ എന്നതുകൊണ്ടുഴറുന്നിതു ഞാനിഹ വന്നു സമയവുമേറ്റമടുത്തങ്ങു ചെന്നുകൊള്ളുവാൻ പണിയുണ്ടതിൻ മുന്നമേ. നിന്നിൽ വാത്സല്യമില്ലായികയുമല്ലമേ, സൽക്കരിച്ചിടു നീ സത്വരം എന്നുട മർക്കട വീരരെയൊക്കവേ സാദരം. പ്രീതിയവർക്കു വന്നാൽ എനിക്കും വരും, പ്രീതി അതിനൊരു ചഞ്ചലമില്ല കേൾ. എന്നെ കനിവോട് പൂജിച്ചതിൻ ഫലം വന്നുകൂടും, കപിവീരരെ പൂജിച്ചാൽ പാനാശന സ്വർണ രത്നാംബരങ്ങളാൽ വാനരന്മാർ കലംഭാവം വരും വണ്ണം. പൂജയും ചെയ്തു കവികളുമായി ചെന്നു രാജീവനേത്രനെ കൂപ്പി വിഭീഷണൻ ക്ഷിപ്രമയോധ്യക്കെഴുന്നള്ളുവാനിഹ പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ. രാത്രിഞ്ചരാധിപൻ യുദ്ധമുണർത്തിച്ച വാർത്ത കേട്ടാസ്തയോടും പുരുഷോത്തമൻ കാലത്തു നീ വരുത്തിയിടുകെന്നാനഥ പൗലസ്ത്യാനവും വന്നു വന്ദിച്ചിതു. ജാനകിയോടും അനുജനോടും ചെന്നു മാനവവീരൻ വിമാനവുമേറിനാൻ. അർക്കാത്മജാതി കപിവരന്മാരോടും നക്തഞ്ചരാധിപനോടും രഘൂത്തമൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തിതാദരാൽ മന്ദേതരം ഞാൻ അയോധ്യയ്ക്ക് പോകുന്നു. മിത്രകാര്യം കൃതമായതു നിങ്ങളാൽ ശത്രുഭയമിനി നിങ്ങൾക്കകപ്പെടാ. മർക്കടരാജ സുഗ്രീവ മഹാമതേ, കിഷ്കിന്ധയിൽ ചെന്നു വാഴ്ക നീ സൗഖ്യമായി. ആശരാധീശ വിഭീഷണ, ലങ്കയിലാശുപോയി വാഴ്ക നീയും ബന്ധുവർഗവും. കാകുൽസ്ഥനിദ്ധമരുൾ ചെയ്ത നേരത്തു വേഗത്തിൽ വന്ദിച്ചവർകളും ചൊല്ലിനാർ. ഞങ്ങളും കൂടെ വിടകൊണ്ട് അയോധ്യയിലങ്ങു കൗസല്യാദികളെയും വന്ദിച്ചു. മംഗലമാമാർ അഭിഷേകവും കണ്ടു തങ്ങൾക്കുള്ള വിട വാണിയിടുവാനുണ്ടാക വേണം. തിരുമനസെങ്കിലേ കുണ്ഠത ഞങ്ങൾക്കു തീരൂചകൽ പ്രഭോ. അങ്ങനെ തന്നെ നമുക്കും അഭിമതം, നിങ്ങൾക്കും അങ്ങനെ തോന്നിയത് അദ്ഭുതം. എങ്കിലോ വന്ന് വിമാനമേറിയിടുവൻ സങ്കടമെന്നിയേ മിത്രവിയോഗജം. സേനയാസാർത്ഥം നിശാചരരാജനും വാനരന്മാരും വിമാനമേറിയിടിനാർ. സംസാരനാശനാനുജ്ഞയാ പുഷ്പകം ഹംസസമാനം സമുൽപതിച്ചൂതതാ. നക്തഞ്ചരേന്ദ്ര സുഗ്രീവാനുജ പ്രിയായുക്തനാം രാമനെ കൊണ്ട് വിമാനവും എത്രയും ശോഭിച്ചിതംബരാന്തേ തഥാ മിത്രബിംബം കണക്കേ ധനദാസനം. ഉത്സംഗസീംനി വിന്യസ്യ സീതാം ഭക്തവത്സലൻ 4 ദിക്കും പുനരാലോക്യ. വത്സേ ജനകാത്മജേ ശൃണുവല്ലഭേ സൽസേവിതേ സരസീരുഹലോചനെ. പശ്യ ത്രികൂട്ടാചലോത്തമാംഗസ്ഥിതം വിശ്വവിമോഹനമായ ലങ്കാപുരം. യുദ്ധാങ്കണം കാൺകതിലിങ്ങു ശോണിത കർദമ മാംസാസ്തിപൂർണം ഭയങ്കരം. അത്രൈവ വാനര രാക്ഷസന്മാർ തമ്മിലെത്രയും ഘോരമുണ്ടായി സങ്കരം. അത്രൈവ രാവണൻ വീണു മരിച്ചിതൻ അസ്ത്രമേറ്റുത്തമേ നിന്നുട കാരണം. കുംഭകർണൻ മകരാക്ഷനും എന്നുട അമ്പുകൊണ്ടത്ര മരിച്ചിതു വല്ലഭേ. വൃത്രാരിജിത്തും അതികായനും പുനരത്ര സൗമിത്രി തന്നസ്ത്രമേറ്റുത്തമേ വീണു മരിച്ചതു. പിന്നെയും മറ്റുള്ള കൗണവന്മാരെ കവികൾ കൊന്നിടിനാർ. സേതു ബന്ധിച്ചതും കാണടോ സാഗരെ, ഏതു ബന്ധിച്ചതതിന്നു നീയല്ലയോ. സേതുബന്ധം മഹാതീർത്ഥം പ്രിയേ, പഞ്ചപാതകനാശനം ത്രൈലോക്യ പൂജിതം. കണ്ടാലുമുണ്ടാം ദുരിത വിനാശനം, കണ്ടാലുമങ്ങതിന്നത്ര രാമേശ്വരം. എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷണൻ തന്നെ വണങ്ങു നീ. അത്ര വന്നെന്നെ ശരണമായി പ്രാപിച്ചിതുത്തമനായ വിഭീഷണൻ വല്ലഭേ. പുഷ്കരനേത്രേ പുരോഭുവി കാണടോ, കിഷ്കിന്ധയാകും കപീന്ദ്രപുരീമിമാം. ശ്രുത്വാ മനോഹരം ഭർതൃവാക്യം മുതാ പൃഥ്വീസുതയും അപേക്ഷിച്ചിതന്നേരം. താരാദിയായുള്ള വാനരസുന്ദരിമാരെയും കണ്ടങ്ങു കൊണ്ടുപോയിടണം.
കൗതൂഹലമയോധ്യാപുരീവാസിനാം ചേതസി പാരമുണ്ടായി വരും നിർണയം. വാനരവീരരുമൊട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുന്നീടുന്നു. ഭർതൃവിയോഗജ ദുഃഖമിന്നെന്നോളമിത്രിലോകത്തിങ്കൽ ആരറിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇവരുടെ വല്ലഭമാരെയും ഇന്നു തന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം. രാഘവൻ ത്രൈലോക്യനായകൻ തന്നിലുള്ള ആകൂതം അപ്പോൾ അറിഞ്ഞു വിമാനവും. ക്ഷോണീതലം നോക്കി മന്ദമന്ദം തഥാ താണതു കണ്ടരുൾ ചെയ്തു രഘൂത്തമൻ. വാനരവീരരെ നിങ്ങൾ നിജ നിജമാനിനിമാരെ വരുത്തുവിനേവരും. മർക്കടവീരരതു കേട്ടു മോദേന കിഷ്കിന്ധപുക്കു നിജാങ്കനമാരെയും പോകന്നു ചൊല്ലി വിമാനം കരേറ്റിനാർ. ശാഖാമൃഗാധിപന്മാരും കരേറിനാർ. താരാർമകളായ ജാനകീദേവിയും താരാരുമാദികളോട് മോദാന്വിതം ആലോകനാലാപ മന്ദഹാസാദി ഗാഠാലിംഗന ഭ്രൂചലനാദികൾ കൊണ്ട് സംഭാവനം ചെയ്തവരുമായി വേഗേന സംപ്രീതി പൂണ്ട് തിരിച്ചു വിമാനവും. വിശ്വൈകനായകൻ ജാനകിയോടരുളി ചെയ്തിതു പരമാനന്ദ സംയുതം. പശ്യ മനോഹരേ ദേവി വിചിത്രമാം ഋഷ്യമൂകാചലമുത്തുംഗമെത്രയും. അത്രൈവ വൃത്രാരിപുത്രനെ കൊന്നതും മുഗ്ധാംഗി പഞ്ചവടി നാം ഇരുന്നേടം. വന്ദിച്ചുകൊൾ ഗഗസ്ത്യാശ്രമം ഭക്തി പൂണ്ടിന്ദീവരാക്ഷി സുതീക്ഷ്ണാശ്രമത്തെയും. ചിത്രകൂട്ടാചലം പണ്ടു നാം വാണേടമത്രൈവ കണ്ടു ഭരതനേ നാമടോ. ഭദ്രേ മുദാ ഭരദ്വാജാശ്രമം കാൺക ശുദ്ധികരം യമുനാതട ശോഭിതം. ഗംഗാനദിയതിന്നങ്ങേതതിന്നങ്ങു ശൃംഗിവേരൻ ഗുഹൻ വാഴുന്ന നാടടോ. പിന്നെ സരയൂ നദി അതിന്നങ്ങേതു ധന്യം അയോധ്യാനഗരം മനോഹരേ. യുദ്ധമരുൾ ചെയ്ത നേരത്തു രാഘവൻ ചിത്തമറിഞ്ഞാശു താണു വിമാനവും. വന്ദിച്ചിതു ഭരദ്വാജ മുനീന്ദ്രനെ നന്ദിച്ചനുഗ്രഹം ചെയ്തു മുനീന്ദ്രനും. രാമനും ചോദിച്ചിതപ്പോൾ അയോധ്യയിലാമയമേതുമൊന്നില്ലയല്ലീ മുനേ. മാതൃജനത്തിനും സൗഖ്യമല്ലി മമ സോദരന്മാർക്കും ആചാര്യജനത്തിനും. താപസശ്രേഷ്ഠൻ അരുൾ ചെയ്തിതന്നേരം താപമൊരുവർക്കുമില്ല അയോധ്യാപുരേ. നിത്യം ഭരത ശത്രുഘ്നകുമാരന്മാർ ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ചു ഭക്ത്യാ ജടാവൽക്കലാദികളും പൂണ്ട്. സത്യസ്വരൂപനാം നിന്നെയും പാർത്തു പാർത്താഹന്ത സിംഹാസനെ പാതുകം വെച്ചു മോഹം ത്യജിച്ചു പുഷ്പാഞ്ജലിയും ചെയ്തു. കർമ്മങ്ങളെല്ലാം അതിങ്കൽ സമർപ്പിച്ചു സമ്മതന്മാരായിരിക്കുന്നിതെപ്പോഴും. ത്വൽപ്രസാദത്താൽ അറിഞ്ഞിരിക്കുന്നിതു ചിൽ പുരുഷപ്രഭോ വൃത്താന്തമൊക്കെ ഞാൻ. സീതാഹരണവും സുഗ്രീവസഖ്യവും യാതുധാനന്മാരെയൊക്കെ വധിച്ചതും യുദ്ധപ്രകാരവും മാരുതി തന്നുടെ യുദ്ധപരാക്രമവും കണ്ടിതൊക്കവേ. ആദിമധ്യാന്തമില്ലാതെ പരബ്രഹ്മമേതും തിരിക്കരുതാതൊരു വസ്തുനീ. സാക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രദൻ നിന്തിരുവടി നിർണയം. ലക്ഷ്മി ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായത് അനന്തൻ ജഗൽപ്രഭോ. ഇന്നു നീ ശുദ്ധമാക്കേണം മമാശ്രമം. ചെന്നയോധ്യാപുരം ബുക്കീടടുത്ത നാൾ കർണാമൃതമാം മുനിവാക്കു കേട്ടുപോയി പർണശാലാമകം ബുക്കിതു രാഘവൻ. പൂജിതനായി ഭ്രാതൃഭാര്യാസമന്വിതം രാജീവനേത്രനും പ്രീതി പൂണ്ടിടിനാൻ. ഹനുമത് ഭരത സംവാദം. പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചത് ചൊന്നാനനിലാത്മജനോട് രാഘവൻ. ചെന്നയോധ്യാപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ടു വിശേഷമറിഞ്ഞു നീ വന്നിടുകെന്നുടെ വൃത്താന്തവും. പുനരൊന്നൊഴിയാതെ അവനോട് ചൊല്ലണം. പോകുന്ന നേരം ഗുഹനെയും ചെന്നു കണ്ടേകാന്തമായി അറിയിച്ചീടവസ്ഥകൾ. മാരുതി മാനുഷവേഷം ധരിച്ചുപോയി ശ്രീരാമവൃത്തം ഗുഹനെയും കേൾപ്പിച്ചു. സത്വരം ചെന്നു നന്ദിഗ്രാമം ഉൾപ്പുക്കു ഭക്തനായിടും ഭരതനെ കൂപ്പിനാൻ. പാതുകവും വെച്ചു പൂജിച്ചനാരദം ചേതസാ രാമനെ ധ്യാനിച്ചു ശുദ്ധനായി. സോദരനോടും അമാത്യജനത്തോടും ആദരപൂർവം ജടാവൽക്കലം പൂണ്ടു മൂലഫലവും ഭുജിച്ചു കൃശാങ്കനായി. ബാലനോടും കൂടെ വാഴുന്നത് കണ്ടു മാരുതിയും ബഹുമാനിച്ചിതേറ്റവും ആരുമില്ലിത്ര ഭക്തന്മാരവനിയിൽ എന്നു കൽപ്പിച്ചു വണങ്ങി വിനീതനായി നിന്നു മധുരമാമാറു ചൊല്ലിയിടിനാൻ. അഗ്രജൻ തന്നെ മുഹൂർത്തമാത്രേണ നിന്നഗ്രേ നിരാമയം കാണാം ഗുണനിധേ. സീതയോടും സുമിത്രാത്മജൻ തന്നോടും ആദരവേറും പ്ലവകബലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാം വിമാനത്തിന്മേലേറി വന്നിപ്പോൾ ഇവിടെ ഇറങ്ങും ദയാപരൻ. രാവണനെ കൊന്നു ദേവിയെയും വീണ്ടു ദേവകളാൽ അഭിവന്ദിതനാകിയ രാഘവനെ കണ്ടു വന്ദിച്ചു മാനസേ. ശോകവും തീർന്നു വസിക്കാമിനിച്ചിരം. യുദ്ധമാകർണ്യ ഭരതകുമാരനും ബദ്ധസമ്മോദം വിമൂർച്ഛിതനായി വീണു.
സത്വരമാശ്വസ്തനായ നേരം പുനരുത്ഥായ ഗാഠമാലിംഗനം ചെയ്തു. വാനരവീര ശിരസി മുതാ പരമാനന്ദ ബാഷ്പാഭിഷേകവും ചെയ്തിതു. ദേവോത്തമനോ നരോത്തമനോ ഭവാനേവമെന്നെ കുറിച്ചിത്ര കൃപയോടും ഇഷ്ടവാക്യം ചൊന്നതിനനുരൂപമായി തുഷ്ട്യാ തരുവതിനില്ല മറ്റേതുമേ. ശോകം മതീയം കളഞ്ഞ ഭവാനു ഞാൻ ലോകം മഹാമേരുസാകം തരികിലും തുല്യമായി വന്നുകൂടാ പുനരെങ്കിലും ചൊല്ലിയിടടോ രാമകീർത്തനം സൗഖ്യദം. മാനവനാഥനു വാനരന്മാരോട് കാനനെ സംഗമമുണ്ടായതെങ്ങനെ? വൈദേഹിയെ കട്ടുകൊണ്ടവാറെങ്ങനെ? യാതുധാനാധിപനാകിയ രാവണൻ ഇത്തരം ചോദിച്ച രാജകുമാരനോടുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ. എങ്കിലോ നിങ്ങളി ചിത്രകൂട്ടാചലത്തിങ്കൽ നിന്നാധി കലർന്നു പിരിഞ്ഞ നാൾ ആദിയാ ഇന്നോളമുള്ളോരവസ്ഥകൾ ആദരവുൾക്കൊണ്ടു ചൊല്ലുന്നതുണ്ടു ഞാൻ. ഒന്നൊഴിയാതെ തെളിഞ്ഞു കേട്ടിയിടുക വന്നുപോം ദുഃഖവിനാശം തപോനിധേ എന്നു പറഞ്ഞറിയിച്ചാനഖിലവും. മന്നവൻ തൻ ചരിത്രം പവിത്രം പരം ശത്രുഘ്നമിത്ര ഭൃത്യാമാത്യവർഗവും ചിത്രം വിചിത്രമെന്നോർത്തുകൊണ്ടിടിനാർ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ.